എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ സൈക്കിളിൽ നടത്തിയ ICTയിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡോഗ്ലാസ് എംഗൽബാർട്ട് ഇൻ ദ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ? അതായത് ഡോഗ്ലാസ് എംഗൽബാർട്ടിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എവല്യൂഷനിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെവലപ്ഡ് ദ ഫസ്റ്റ് മൗസ്, ഡെവലപ്ഡ് ദ ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡെവലപ്ഡ് ദ ഫസ്റ്റ് വേക്യൂം ട്യൂബ്, ഡെവലപ്ഡ് ദ വേൾഡ് വൈഡ് വെബ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്, ഡെവലപ്ഡ് ദ ഫസ്റ്റ് മൗസ്. അതായത് ആദ്യമായിട്ട് മൗസ് എന്നുള്ള ആ ഒരു ഉപകരണം കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. 1960 അദ്ദേഹം മൗസ് കണ്ടുപിടിച്ചത്. 1989 ടിം ബെർണർലിയാണ് വേൾഡ് വൈഡ് വെബ് ഡെവലപ്പ് ചെയ്തെടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ട്രാൻസ്മിഷൻ ഓഫ് എ മെസ്സേജ് യൂസിങ് പാക്കറ്റ് സ്വിച്ചിങ്? അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോണ്ടെക്സ്റ്റിൽ ഇവിടെ പാക്കറ്റ് സ്വിച്ചിങ്ങിൻ്റെ ട്രാൻസ്മിഷനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡേറ്റ പാക്കറ്റ്സ് മേ ഫോളോ ഡിഫറെൻറ്റ് റൂട്ട്സ് ആൻഡ് മേ അറൈവ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഇൻ ഡിഫറെൻറ്റ് ഓർഡർ. Data packets will always follow the same route and arrive at the same time in the same order. Data packet will always follow the same route but could arrive at different times in different order. Data packets may follow different routes but will always arrive at the same time in the same order. ഇവിടെ ആൻസർ വരുന്നതും ഓപ്ഷൻ 1 ആണ്. അതായത് ഈ ഡേറ്റ പാക്കറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പാക്കറ്റുകളാണ്. അപ്പോൾ അത് ഓരോ പാക്കറ്റുകളും ഓരോ റൂട്ടുകളാണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റൂട്ടിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സം വന്നു കഴിഞ്ഞാൽ അവിടെ ഡിലേ വരും. സോ അതുകൊണ്ട് തന്നെ ഇവർ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ റീച്ച് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈമിലും ഡിഫറെൻറ്റ് ഓർഡറിലും ആയിരിക്കും. Next question, identify the sequence of words A to E that correctly fills the blanks in the following paragraph on computer networking. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ ബ്ലാങ്ക് ആണ്, നമ്മളത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. IPv4 അഡ്രസ് ആർ ഡാഷ് ലോങ് ആൻഡ് IPv6 അഡ്രസ് ആർ ഡാഷ് ലോങ്. ദ MAC അഡ്രസ് ഓൺ ദ അതർ ഹാൻഡ് ഈസ് ഡാഷ് ലോങ്. എ MAC അഡ്രസ് ഈസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് ഡാഷ് വെറീസ് IP അഡ്രസ് ഈസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ്. ഇതിപ്പോൾ IP MAC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഓർണാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സെൻറ്റൻസ് ആണ്, ഒരു പാസേജാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. സോ IPv4 അഡ്രസ്സസ് ആർ 32 ബിറ്റ് ലോങ്. അതായത് IPv4 അഡ്രസ്സിൽ 32 ബിറ്റുകളാണുള്ളത്. ആൻഡ് IPv6 അഡ്രസ്സ്, അതായത് IPv6ൽ 128 ആണ്. അതായത് 4 ടൈംസ് ഗ്രേറ്റർ ആണ് IPv4ഉം IPv6 അഡ്രസ്സ്. അത് ബിറ്റ് വെച്ചിട്ടാണ് ഈ ഒരു വ്യത്യാസം നമ്മൾ നോക്കിയത്. ദ MAC അഡ്രസ് ഓൺ ദ അതർ ഹാൻഡ് 48 ബിറ്റ് ലോങ്. അതായത് MAC അഡ്രസ്സിൻ്റെ അകത്ത് 48 ബിറ്റാണുള്ളത്. MAC അഡ്രസ് ഈസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് ഹാർഡ്വെയർ വെയർ IP അഡ്രസ് ഈസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് സോഫ്റ്റ്വെയർ. അതായത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് IPv4 അഡ്രസ്സിൽ 32 ബിറ്റും IPv6 അഡ്രസ്സിൽ 128 ബിറ്റും MAC അഡ്രസ്സിൽ 48 ബിറ്റുമാണുള്ളത്. MAC അഡ്രസ്സ് ഹാർഡ്വെയറുമായിട്ട് ഓറിയൻറ്റഡ് ആണെങ്കിൽ IP അഡ്രസ്സ് സോഫ്റ്റ്വെയറുമായിട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു കമ്പ്യൂട്ടേഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? അതായത് കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CPU ഫോളോ ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് സ്റ്റോർ സൈക്കിൾ ടു റൺ ഇൻസ്ട്രക്ഷൻ. Intel and AMD are two manufacturers of CPU. The clock speed of a CPU is usually measured in megabits. Fans are required to cool down most CPUs so that they do not overheat. CPU is the brain of the computer and modern CPUs cannot have multiple processing cores. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ CPU എന്ന് പറഞ്ഞാൽ ഒരു ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് സ്റ്റോർ സൈക്കിളാണ് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ റൺ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇൻറ്റലും AMD എന്ന് പറയുന്നത് CPUവിൻ്റെ 2 മാനുഫാക്ചേഴ്സ് ആണ്. ഇനി ക്ലോക്ക് സ്പീഡ് ഓഫ് എ CPU എന്ന് പറയുന്നത് മെഗാബിറ്റ്സിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓവർ ഹീറ്റ് ആകാണ്ടിരിക്കാനായിട്ട് CPU-ൽ നമ്മൾ ഫാൻ വെച്ച് അതിനെ കൂളാക്കുകയാണ് ചെയ്യുന്നത്. CPU എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനാണ്. മോഡേൺ CPUസിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോസസ്സിങ്
കോഴ്സ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് CPU ഫോളോസ് എ ഫസ്റ്റ് ഡീകോഡ് എക്സിക്യൂട്ട് സ്റ്റോർ സൈക്കിൾ ടു റൺ ഇൻസ്ട്രക്ഷൻ എന്നുള്ള എ സ്റ്റേറ്റ്മെൻറ്റും ഇന്റൽ ആൻഡ് AMD ആർ ദ ടു മാനുഫാക്ചേഴ്സ് ഓഫ് CPU എന്നുള്ളതും ഫാൻസ് ആർ റിക്വയർഡ് ടു കൂൾ ഡൗൺ മോസ്റ്റ് CPU സോ ദാറ്റ് ദേ ഡു നോട്ട് ഓവർ ഹീറ്റ് എന്നുള്ളതുമാണ്. അതായത് ഇവിടെ ഓപ്ഷൻ 4 ആണ് ശരിയായിട്ടുള്ളത്. CPU കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ആണ് എന്നുള്ളത് ശരിയാണ്. മോഡേൺ CPUസിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ പ്രോസസ്സിംഗ് കോഴ്സ് ഉണ്ട്. CPUവിൻ്റെ ക്ലോക്ക് സ്പീഡ് നമ്മൾ മെഷർ ചെയ്യുന്ന മെഗാബൈറ്റ്സിലല്ല, ഹെർട്സിലാണ്. ഒരു സിംഗിൾ ചിപ്പിൻ്റെ അകത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള കോഴ്സാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടേഴ്സ് ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് മൾട്ടി ടാസ്ക് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഡിസ്ക്രിപ്ഷൻ ആണ്. എ സ്റ്റോറേജ് മീഡിയം ദാറ്റ് സ്റ്റോർസ് ഡേറ്റ ഓൺ ദ ഇൻ്റർനെറ്റ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് വെയർ ദ കറൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ്. എ സോളിഡ് state storage that is used in digital cameras. An optical storage medium that stores high definition movies. RAM, cloud storage, Blu-ray disk, flash memory എന്നിവയാണ് തന്നിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനെറ്റിലാണ് ഈ സ്റ്റോറേജ് മീഡിയം ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. കറൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്ന ഇൻറ്റേർണൽ സ്റ്റോറേജ് ഏതാണ്? അതുപോലെ തന്നെ ഡിജിറ്റൽ ക്യാമറാസിൽ യൂസ് ചെയ്യുന്ന സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ് ഏതാണ്? ഹൈ ഡെഫിനിഷൻ മൂവീസ് സ്റ്റോർ ചെയ്യുന്ന ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയം എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് സ്റ്റോറേജ് മീഡിയം ദാറ്റ് സ്റ്റോർസ് ഡേറ്റ ഓൺ ഇൻ്റർനെറ്റ് ഏതാണ്? ക്ലൗഡ് സ്റ്റോറേജ് ആണ്. ക്ലൗഡ് സ്റ്റോറേജിലാണ് നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ PPTയും ഡോക്സും ഒക്കെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇൻറ്റേർണൽ സ്റ്റോറേജ് വെയർ ദ കറൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ്. അതായത് കറൻറ്റ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്ന ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നാണ്? RAM ആണ്. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്ന RAM ആണ് കറൻറ്റ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി എ സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡിജിറ്റൽ ക്യാമറാസ് ഏതാണ്? അത് ഫ്ലാഷ് മെമ്മറിയാണ്. ഇനി ഹൈ ഡെഫിനിഷൻ മൂവീസ് സ്റ്റോർ ചെയ്യുന്ന ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ബ്ലൂറേ ഡിസ്ക് ആണ്. മൈക്രോ പ്രോസസ്സറിന് ഡേറ്റ സംഭരിക്കാനും തിരിച്ചറിയിക്കാനും സാധിക്കുന്ന മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി. താൽക്കാലികമായ, അതായത് അസ്ഥിരമായിട്ടുള്ള മെമ്മറിയാണ്. അതായത് കമ്പ്യൂട്ടർ ഓഫാക്കിയാലും ഇവിടെ ആ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന മെമ്മറിയാണ്. അസ്ഥിര മെമ്മറിക്കാണ് നമ്മൾ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് റാമിൽ കാണുന്നത്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേറ്റ. ഇത് മൂന്നുമാണ് നമ്മുടെ റാമിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഉയർന്ന സംഭരണശേഷിയുള്ള ഒപ്റ്റിക്കൽ ഡിസ്കാണ് ബ്ലൂറേ DVD എന്ന് പറയുന്നത്. ഹൈ ഡെഫിനിഷൻ വീഡിയോകൾ ആലേഖനം ചെയ്യുന്നതിനും പുനരാലേഖനം ചെയ്യുന്നതിനും അവ വീണ്ടും കാണുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ഒപ്റ്റിക്കൽ ഡിസ്ക് ഘടനയാണ് ബ്ലൂറേ എന്ന് പറയുന്നത്. CD അല്ലെങ്കിൽ DVD അതേ വലിപ്പമുള്ളൂവെങ്കിലും അതിനേക്കാൾ 5 മടങ്ങ് സംഭരണശേഷിയാണ് ഇതിനുള്ളത്. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് നോൺ വോൾട്ടൈൽ മെമ്മറിയാണ്. അതായത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഡേറ്റയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിക്കുന്നില്ല. Next question, Web 2.0, a second generation of the internet can best be described as. അതായത് വെബ് 2.0 ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എ സോഫ്റ്റ്വെയർ പാക്കേജ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് ആൻഡ് അവൈലബിൾ അറ്റ് ഡിസ്കൗണ്ട് ടു ടീച്ചേഴ്സ് ആൻഡ് അപ്രോച്ച് ടു ദ ഇൻ്റർനെറ്റ് ഇൻ വിച്ച് യൂസേഴ്സ് ക്യാൻ ഷെയർ തോട്ട്സ്, ഒപ്പീനിയൻസ് ആൻഡ് ഐഡിയാസ് ഇൻ എ ഫ്രീ ആൻഡ് ഓപ്പൺ ഫോറം സച്ച് എസ് ബ്ലോഗ്, വിക്കീസ്, പോഡ്കാസ്റ്റ്. ആൻഡ് അപ്രോച്ച് ടു ഇൻ്റർനെറ്റ് ഇൻ വിച്ച് വെബ്സൈറ്റ് ആൻഡ് ആപ്സ് ക്യാൻ പ്രോസസ് ഇൻഫർമേഷൻ ഇൻ എ സ്മോൾ ഹ്യൂമൻ-like way through technologies like machine learning, big data, decentralized ledger technology, etc. Faster internet for ബിഗ് ബിസിനസ് എന്നിവയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ആൻ അപ്രോച്ച് ടു ദ ഇൻ്റർനെറ്റ് ഇൻ വിച്ച് യൂസേഴ്സ് ക്യാൻ ഷെയർ തോട്ട്സ്, ഒപ്പീനിയൻസ് ആൻഡ് ഐഡിയാസ് ഇൻ എ ഫ്രീ ആൻഡ് ഓപ്പൺ ഫോറം സച്ച് എസ് ബ്ലോഗ്സ്, വിക്കീസ്, പോഡ്കാസ്റ്റ്. അതായത് ബ്ലോഗ്സ്, വിക്കീസ്, പോഡ്കാസ്റ്റ് എന്നിവയിലൂടെ നമുക്ക് നമ്മുടെ തോട്ട്സും ഒപ്പീനിയൻസും ഐഡിയാസും ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ ഫോറം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതൊരു ഇൻ്റർനെറ്റുമായിട്ടുള്ളൊരു അപ്രോച്ചാണ്. വെബ് 2.0 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിവിധതരം സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് കൊളാബറേറ്റ് ചെയ്യാനും നമ്മുടെ തോട്ട്സൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് ബാക്കിയുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഇത് കൂടുതൽ അവസരങ്ങൾ നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് യൂസേഴ്സിന് തന്നെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.
Next question, which of the following statements are true with reference to cyber security? സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസിഡൻറ്റ് റെസ്പോൺസ് ഇൻ സൈബർ സെക്യൂരിറ്റി ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് vulnerabilities and patching them before an attack occurs. CRT acts as an early warning system for cyber threats and attacks in India. Tor is an acronym for the Onion Router, which is a web browser that enables people to communicate anonymously online to prevent bad actors from tracking their internet activity. Using a virtual personal network and help secure network by encrypting the data transmitted over it. ഇൻസിഡൻറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സൈബർ സെക്യൂരിറ്റിയിൽ ഇൻസിഡൻറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു അറ്റാക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ ഐഡൻറ്റിഫൈ എന്നുള്ളതാണ്. CRT എന്ന് പറയുന്നത് ഒരു ആക്റ്റാണ് ഇന്ത്യയിലുള്ളത്. അതായത് സൈബർ ത്രെഡ്സിനും അറ്റാക്കിനൊക്കെയുള്ള ഒരു വാർണിംഗ് ആയിട്ട് നിലകൊള്ളുന്ന ഒരു ആക്റ്റാണിത്. ഇനി ടോർ എന്ന് പറയുന്നത് ദ ഒനിയൻ റൂട്ടർ എന്ന് പറയുന്നതിൻ്റെ അക്രോമാണ്. അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് ആക്ടിവിറ്റിനെ ട്രാക്ക് ചെയ്യാണ്ട് രക്ഷിച്ചുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണിത്. ഇനി ഒരു വെർച്വൽ പേഴ്സണൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് എൻക്രിപ്റ്റ് ചെയ്തുകൊണ്ട്. ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് ഇവിടെ ബിയും സിയുമാണ് ശരിയായിട്ടുള്ളതെന്നാണ്. അതായത് CRT എന്ന് പറയുന്നത് സൈബർ ത്രെഡ്സും അറ്റാക്സിനും വാർണിംഗ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ് എന്നുള്ളതാണ്. ഇനി ടോർ എന്ന് പറയുന്നത് ദ ഒനിയൻ റൂട്ടറിൻ്റെ ഒരു അക്രോണിമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈച്ച് വെബ് പേജ് ഈസ് അസൈൻഡ് എ ഡാഷ് ആൻഡ് അഡ്രസ് ദാറ്റ് ഐഡൻറ്റിഫൈസ് ദ ലൊക്കേഷൻ ഓഫ് ദ പേജ് ഓൺ ദ ഇൻ്റർനെറ്റ്. അതായത് ഇൻ്റർനെറ്റിലെ പേജിൽ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, ടോപ്പ് ലെവൽ ഡൊമൈൻ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ 2 ആണ്. അതായത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് നമുക്ക് വെബ് പേജിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ് എന്നുള്ളതാണ്. അതായത് നെറ്റ്വർക്കിലെ ഓരോ നോഡിനും നൽകിയിട്ടുള്ള 4 ഭാഗങ്ങളെ നമ്പറിനാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് IP എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനെറ്റിലും സാധാരണ ശൃംഖലകളിലും പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന നിയമങ്ങൾക്കാണ് നമ്മൾ IP എന്ന് പറയുന്നത്, അതായത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇനി HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ക്ലയൻറ്റിൽ നിന്നുള്ള അഭ്യർത്ഥന കൈമാറ്റം ചെയ്യാനും സെർവറിൽ നിന്ന് പ്രതികരണങ്ങൾ സ്വീകരിക്കാനുമുള്ള അംഗീകൃത പെരുമാറ്റ സിസ്റ്റമാണ് HTTP എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് വഴിയുള്ള സുരക്ഷമായ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്ന പ്രോട്ടോക്കോളാണ് HTTP എന്ന് പറയുന്നത്. അതായത് ഫൈനൽ ഡോട്ട് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയുന്നത്. അതായത് ഒരു സൈറ്റ് അഡ്രസ്സിൻ്റെ ലാസ്റ്റ് പാർട്ടിനാണ് നമ്മൾ ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഡൊമൈൻ എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ ഡോട്ട് കഴിഞ്ഞിട്ട് കോം എന്നൊക്കെ പറയില്ലേ, .com, ആ കോം ഒക്കെയാണ് ടോപ്പ് ലെവൽ ഡൊമൈന് എക്സാമ്പിളായിട്ട് വരുന്നത്. Next question, if LM represents a number L in base M number system, then identify the correct ascending order of the following numbers A to D when converted to decimal number system. അതായത് ഇവിടെ 4 നമ്പേഴ്സാണ്. ഇതിൻ്റെ ഡെസിമൽ നമ്പർ സിസ്റ്റം, അതായത് ബേസ് 10 കൺവേർട്ട് ചെയ്തിട്ട് ഇതിനെ അതിൻ്റെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബേസ് 4 203, ബേസ് 2 1000001, ബേസ് 5 114, ബേസ് 3 1012 എന്നിവയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻ എയിൽ 203 ബേസ് 4 നമുക്ക് ബേസ് 10 മാറ്റാം. 2 × 4⁻2 + 0 × 4⁻1 + 3 × 4⁻0 = 32 + 3 = 35 എന്ന് കിട്ടി. അതായത് നമ്മൾ ബേസ് 4 നമുക്ക് 10 മാറ്റേണ്ടത്. സോ ഓരോ നമ്പേഴ്സിൻ്റെ സ്ഥാനം വെച്ചിട്ട് അതിനെ റേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഗുണിച്ച് അതിന് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് ബേസ് 2 അതായത് ഇവിടെ നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ബേസ് 2 ചെയ്യുമ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കിവിടെ 6 അക്കമുള്ള നമ്പേഴ്സാണ് എഴുതണേ. അത് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ താഴെ ഓരോ നമ്പർ കൊടുക്കും. അതായത് 1 2, പിന്നെ 2 × 2 4, 4 × 2 8, 8 × 2 60, 60 ×
ടു 32. അപ്പോൾ നമുക്ക് 32 വരെയുള്ള നമ്പേഴ്സാണ് ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ളൂ, കാരണം 6 അക്കമുള്ളൂ. ഇനി നമ്മൾ ഒന്നിൻ്റെ താഴെയുള്ള നമ്പേഴ്സ് നമ്മൾ കൂട്ടുവാണ്. ഇവിടെ ഒന്നിൻ്റെ താഴെ 2 നമ്പേഴ്സാണ് വരുന്നത്, ഒന്ന് 32 1. അപ്പോൾ 32 + 1 = 33 എന്ന് കിട്ടി. ഇനി അടുത്തത് 114 ബേസ് 5-ലാണ്. സോ 1 × 5^2 + 1 × 5^1 + 4 × 5^0 = 25 + 5 + 4 = 34 എന്ന് കിട്ടും. ഇനി ലാസ്റ്റത്തെ ഓപ്ഷൻ ബേസ് 3-ലാണ്. സോ 10 12 ആണ് നമ്പർ തന്നിരിക്കുന്നത്. 1 × 3^3 + 0 × 3^2 + 1 × 3^1 + 2 × 3^0 = 27 + 3 + 2 = 32 എന്ന് കിട്ടും. ഇനി നമുക്ക് അസെൻഡിങ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ചെറുത് മുതൽ വലുത് വരെ. ഇവിടെ ഏറ്റവും ചെറുത് വരുന്ന D ആണ്, 32. അതിനുശേഷം വരുന്നത് 33B ആണ്, അതിനുശേഷം 34C ആണ്, ലാസ്റ്റ് 35A ആണ്. സോ നമ്മളിന്ന് ICTയിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് അനലൈസ് ചെയ്ത്. ഇനി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്